അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണക്കുണ്ടെങ്കിൽ ദിയ വന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താൻ പറഞ്ഞതിന് സോറി എന്നുള്ള രീതിയിലായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നല്ല കാര്യം അങ്ങനെയെങ്കിലും മനസ്സിലായല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും പക്ഷേ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണോ ഇതിങ്ങനെ പറയാൻ തോന്നിയത്? ഇതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരം അല്ലെങ്കിൽ ആൾക്കാർ ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റൊക്കെ വന്ന സമയത്തുണ്ടെങ്കിൽ ആ സമയത്ത് ദിയ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ അവരുടെ അഭിപ്രായമാണ്, അത് തനിക്കൊരു പ്രശ്നമല്ല, താനുണ്ടെങ്കിൽ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, അതിന് എന്ത് വേണമെങ്കിലും തനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ദിയ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ സോറി എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് താൻ ചെയ്തത് തെറ്റ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതുവരെ ഉണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ സംസാരിച്ചപ്പോഴാണ് തനിക്ക് ക്ഷമ വഹിക്കാനുള്ളത് തോന്നി. അതല്ലെങ്കിൽ താനോട് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചോദിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് പറയുന്നത്. ഇതുണ്ടെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് കണക്ക് നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്. ഇപ്പോഴാണോ ഇവർ ഇത് കണക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണോ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തായിരുന്നാലും അതിനെക്കുറിച്ച് വേറൊരു റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും ദിയ ചെയ്തിട്ടില്ല.